സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നബാധിത ബൂത്തുകളുള്ളത് വടക്കൻ കേരളത്തിലായിരുന്നു. അങ്ങിങ്ങുണ്ടായ ചെറിയ അക്രമങ്ങൾ ഒഴിച്ച് സമാധാനപരമായിരുന്നു വടക്കൻ കേരളത്തിലെ തെരഞ്ഞെടുപ്പ്. രാവിലെ മുതൽ തന്നെ പോളിംഗ് ബൂത്തുകളിൽ കനത്ത പോളിംഗാണ് അനുഭവപ്പെട്ടത്. പല ജില്ലകളിലും ഇടയ്ക്കിടെ മഴ പെയ്തെങ്കിലും ഇതൊന്നും പോളിംഗ് ശതമാനത്തെ ബാധിച്ചില്ല. ആദ്യ മണിക്കൂറുകളിൽ തന്നെ വടക്കൻ കേരളത്തിലെ ബൂത്തുകളിൽ കനത്ത പോളിംഗ് രേഖപ്പെടുത്തി. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, പാലക്കാട് ജില്ലകളിലായിരുന്നു ശക്തമായ പോളിംഗ്. കാസർഗോഡ് ജില്ലയിൽ ശക്തമായ മത്സരം നടക്കുന്ന ഉദുമയിലാണ് പോളിംഗ് ശതമാനം കൂടുതൽ. കണ്ണൂരിൽ പോളിംഗ് സമയം കഴിഞ്ഞിട്ടും ബൂത്തുകളിൽ വോട്ടർമാരുടെ നിര നീണ്ടു. കൂടുതൽ പോളിംഗ് നടന്നത് കൂത്തുപറമ്പിലാണ്. പിണറായി വിജയൻ മത്സരിക്കുന്ന ധർമ്മടത്തും ശക്തമായ മത്സരമുള്ള അഴീക്കോടും മട്ടന്നൂർ, പയ്യന്നൂർ മണ്ഡലങ്ങളിലും കനത്ത പോളിംഗാണ് രേഖപ്പെടുത്തിയത്. കണ്ണൂരിൽ വിവിധയിടങ്ങളിൽ കള്ളവോട്ട് ചെയ്യാനെത്തിയ 3 പേരെ കസ്റ്റഡിയിലെടുത്തു. വയനാട് ജില്ലയിൽ തോട്ടം മേഖലകളിലും ആദിവാസി മേഖലകളിലും ഉച്ചയ്ക്ക് മുമ്പ് തന്നെ വോട്ടർമാരുടെ വലിയ നിര തന്നെ വോട്ട് രേഖപ്പെടുത്താനെത്തിയിരുന്നു. കോഴിക്കോട് ജില്ലയിൽ ത്രികോണ മത്സരം നടക്കുന്ന വടകരയിലാണ് ആദ്യ മണിക്കൂറുകളിൽ പോളിംഗ് നിരക്ക് ഉയർന്നത്. കുറ്റ്യാടി, എലത്തൂർ മണ്ഡലങ്ങളിലും വോട്ടർമാരുടെ ഒഴുക്കുണ്ടായി. വോട്ടിംഗ് സമയം കഴിഞ്ഞ് ഏറെ വൈകിയും പല ബൂത്തുകളിലും വോട്ട് ചെയ്യാനെത്തിയവരുടെ നിര കൂടി. 6 മണിക്ക് മുമ്പെത്തിയവർക്ക് വോട്ട് ചെയ്യാൻ ടോക്കൺ നൽകി. ശക്തമായ മത്സരം നടക്കുന്ന നിലമ്പൂർ, താനൂർ മണ്ഡലങ്ങളിലായിരുന്നു മലപ്പുറത്ത് കനത്ത പോളിംഗ്. പരമാവധി വോട്ടർമാരെ രാവിലെ തന്നെ പാർട്ടി പ്രവർത്തകർ ബൂത്തുകളിലേക്ക് എത്തിച്ചു. പാലക്കാട് മഴ പെയ്തെങ്കിലും പോളിംഗിനെ ബാധിച്ചില്ല. എല്ലാ മണ്ഡലങ്ങളിലും മികച്ച പോളിംഗാണ് രേഖപ്പെടുത്തിയത്. VS അച്യുതാനന്ദൻ മത്സരിക്കുന്ന മലമ്പുഴയിൽ പോളിംഗ് ശതമാനം കൂടി. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും കൂടിയ പോളിംഗാണ് പാലക്കാട് ഇത്തവണത്തേത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ 1 കോഴിക്കോട്.